ഇന്ന് നമ്മൾ ആവോലി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ വെളുത്ത ആവോലിയാണ് എടുത്തിട്ടുള്ളത്. 3 പീസ് ഉണ്ട്. അതിൻ്റെ തലയും വയറൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ മീനിനൊരു എരിവും പുളിയൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 സൈഡിലും ഞാനിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 വര വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 3 പീസ് മീനും ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, കശ്മീരിയും എരിവുള്ളതും, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങ, കറിവേപ്പില. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ചധികം മുളക് പൊടി, എരിവിന് വേണ്ട കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഒരു ചെറുനാരങ്ങേൻ്റെ നീര് തന്നെ എടുക്കണം. എന്നാലാണ് ആ ഒരു പുളി കിട്ടുള്ളൂ. നല്ല പുളിയുള്ള നാരങ്ങയാണെങ്കിൽ വലുതാണെങ്കിലും അരമതി. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ പുരട്ടിക്കൊടുത്ത് നന്നായിട്ട് വേഗം പിടിച്ച് കിട്ടും ഫിഷിലേക്ക്. അപ്പോൾ ഞാനിതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമ്മളിത് മാറ്റി വെക്കുക. എന്നാലാണ് മീനിന് അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുക മസാലയൊക്കെ. ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഫ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഫിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അധികം ഫ്ലെയിമിൽ വെച്ചിട്ട് കൂട്ടിയിട്ടിട്ട് ചെയ്യരുത്. കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം നമ്മൾ അടുത്ത ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുക. മുറിഞ്ഞു പോകാത്ത വിധത്തിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് പരന്ന ചട്ടം വെച്ചിട്ടോ നമുക്കത് മറിച്ചിട്ട് കൊടുക്കുക. പൊടിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഈ ഭാഗവും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാനൊരു മാസത്തോളമായി വീഡിയോസൊന്നും ഇടാത്തത്. കാരണം നാട്ടിൽ പോയ മക്കളെ അഡ്മിഷനൊക്കെ ആയത് കാരണം, പിന്നെ തിരിച്ച് വന്ന് ഒറ്റക്കായത് കാരണം ഒന്നും ചെയ്യാനുള്ളൊരിതുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം. ഇതുവരെ എൻ്റെ കൂടെ നിന്നതുപോലെ തന്നെ ഇനിയും അങ്ങോട്ടും ഉണ്ടാകുക. അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.